ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാങ്കേലിയോൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 147 എപ്പിസോഡാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ചില മാസങ്ങൾ കൺവെൻഷനോട് ബന്ധപ്പെട്ട് ഈ ശുശ്രൂഷ മാറ്റിവെച്ചിരുന്നു. എന്നാൽ വീണ്ടും ഇന്ന് അത് ആരംഭിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ച കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിന് മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. ഇന്ന് ഈ 147 എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കാനായി എത്തിയിട്ടുള്ളത് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആയിരിക്കുകയും ഗാന ശുശ്രൂഷാ രംഗത്ത് ശോഭിക്കുകയും അതുപോലെ സംഗീത ഉപകരണങ്ങൾ വായിച്ച് ശുശ്രൂഷകൾക്ക് പ്രചോദനമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരൻ ബെനറ്റ് ജോൺ കൊട്ടാരക്കരയാണ്. മുമ്പും ഇവിടെ കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുണ്ട്. ഇന്നും തന്നിൽ കൂടി മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. കർത്താവിൻ്റെ ദാസനെ ഇന്നത്തെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് ഗാനങ്ങൾക്ക് നരേഷനും ലഘു സന്ദേശം അറിയിപ്പാനായി എത്തിയിട്ടുള്ളത് എന്നോടുകൂടെ ദൈവദിനം ഒരുമിച്ച് പഠനത്തിൽ ഏർപ്പെടുകയും ഇപ്പോൾ കത്രിവേലയിൽ പെരുമ്പാവൂർ കോട്ടപ്പടി എന്ന സ്ഥലത്ത് ആയിരിക്കുകയും ചെയ്യുന്ന കതിരാസൻ KS ജോസഫ് കോട്ടപ്പടി അവരുകളാണ്. താനും ഈ ശുശ്രൂഷയോട് പ്രാർത്ഥിക്കുകയും മുമ്പ് കടന്നു വന്ന് സംബന്ധിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ തന്നെ ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കർത്താവിനാഥ് ദാസനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് ഞങ്ങളുടെ പ്രിയ മകൻ സുനിൽ കൊട്ടാരക്കരയാണ്. പ്രിയമകൻ്റെയും സേവനം ഈ ശുശ്രൂഷയ്ക്ക് പ്രയോജനമായിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ മകൻ ജിജിൽ കൊട്ടാരക്കരയാണ്. പ്രിയ മകനെയും കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. ഇന്ന് ഈ ശുശ്രൂഷ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷപ്രദവും ആനന്ദപ്രദവും ആശ്വാസപ്രദവുമായിരിക്കാൻ തൊക്കണം ഇടയാണതിനായി ദൈവം ഭാഗ്യം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ KS ജോസഫ് മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കുകയും തുടർന്നുള്ള ശുശ്രൂഷകൾ അദ്ദേഹം തന്നെ നിയന്ത്രിക്കുകയും ചെയ്തതായിരിക്കും. കർത്താവ് ദാസനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ചില ദിവസങ്ങൾക്ക് ശേഷം ഈ മ്യൂസിക് പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവാദം നൽകി. കഴിഞ്ഞ ദിനങ്ങളിൽ അവിടുത്തെ അത്ഭുതകരമായ കൃപ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിച്ചു. രാത്രിയിൽ ഞങ്ങൾ തിരുസന്നിധിയിൽ വരികയാണ്. അവിടുത്തെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണം, ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണം. കഴിഞ്ഞ നാളുകളിൽ ദൈവകൃപയുടെ ധാരാളമായ നന്മകൾ ഞങ്ങൾക്ക് ലഭിക്കാനായിട്ടിടയായി. ആയിരങ്ങൾ പതിനായിരങ്ങൾക്ക് ഈ ശുശ്രൂഷ ആശ്വാസപ്രദമായിരുന്നു എന്നുള്ളത് അറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുവദിച്ചിട്ടുണ്ട്. അതോർത്ത് സ്തോത്രം. രാത്രിയിൽ ഗാനങ്ങൾ പാടുവാനായിട്ട് നിന്റെ മക്കൾക്ക് ബലം നൽകണം. സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിന്റെ ദാസന് ബലം നൽകണമേ. ഞങ്ങൾക്ക് കർത്താവെ ഒരുമിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഈ രാത്രിയിൽ സഹായിക്കണമേ. ഞങ്ങളുടെ കേൾവിക്കാരായ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു, രക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വീണ്ടും അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഓർത്തതുപോലെ കഴിഞ്ഞ നാളുകളിൽ അനേകർക്ക് ആശ്വാസമായി, സമാധാനമായി, പ്രത്യാശയുടെ, ധൈര്യത്തിൻ്റെ ഒക്കെ വാക്കുകളായി ഇത് തീരുവാൻ ഈ ശുശ്രൂഷയെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ ദാസന്മാർ തുടർന്ന് ഗാനങ്ങൾ ആലപിക്കുകയാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി പറയുന്നു. പ്രാരംഭഗാനം നാം ശ്രദ്ധിക്കാനായിട്ട് പോകുകയാണ്. പ്രിയ ബ്രദർ ബെനറ്റ് ആ ഗാനം ആലപിക്കുന്നതാണ്. വന്ദനമേ യേശു രക്ഷകനൻ നായകനെ എന്ന് തുടങ്ങുന്ന ഒരു പഴയ ഗാനമാണ്.
എങ്കിലും പുതുമയോടുകൂടെ നമുക്കിന്ന് രാത്രിയിൽ അത് ശ്രദ്ധിക്കാം. നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണ്. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവമാണ്. അവിടുന്നാണ് സകലത്തെയും സൃഷ്ടി ചെയ്തത്. അതുകൊണ്ട് തന്നെ നാം അവൻ്റെ കൈക്കലെ ആടുകളാണ്. നാം അവനെ ആരാധിക്കേണ്ടവരാണ്. രണ്ട് നിലയിലാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. രണ്ട് ബന്ധങ്ങൾ നമുക്ക് ദൈവത്തോടുണ്ട്. ഒന്ന്, സൃഷ്ടിപരമായ ഒരു ബന്ധം. സകലത്തെയും തൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ദൈവമാണ് എന്നെയും നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. രണ്ടാമത് നമുക്ക് ദൈവത്തോടുള്ള ബന്ധം എന്ന് പറയുന്നത്, അവൻ നമ്മുടെ രക്ഷിതാവാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. സ്വന്തം രക്തം നൽകി നമ്മെ വീണ്ടെടുത്ത ആ ദൈവത്തോട് നമുക്ക് ബന്ധവും കടപ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പൊൻപാദ പീഠത്തിൽ ഇന്ന് രാത്രിയിലും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിച്ച് നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ലഭിക്കാൻ പോകുന്ന നന്മകളെ കുറിച്ചാണ് ഈ പാട്ടിൽ നമുക്ക് ഓർക്കാനായിട്ട് കഴിയുന്നത്. ഇളകാത്ത രാജ്യം നാം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയുള്ളവരായി ഇന്ന് രാത്രിയിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീതമായ ആ ഗാനം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധിക്കാം. പ്രിയ സഹോദരൻ അതിപ്പോൾ പാടുന്നതാണ്. വന്ദനമേ സുരക്ഷകനായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനമേ സുരക്ഷകനായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. അനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നോടെ വന്ദനം എന്നും ഗാനമാ, നിന്നോടെ വന്ദനം എന്നും ഗാനമാ, വന്ദനമേ സുരക്ഷകനായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ.
വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ ഇളകാത്ത രാജ്യമാ സിയോനിൻ സ്വന്തമാ ഇളകാത്ത രാജ്യമാ സിയോനിൻ സ്വന്തമാ പരനോട് കൂടെ ഞാൻ നിത്യമായി വാണിടും പരനോട് കൂടെ ഞാൻ നിത്യമായി വാണിടും വന്ദനമേ സുരക്ഷകൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം പരലോകതുല്യമൻ വിശ്വാസ സേവനം പരലോകതുല്യമൻ വിശ്വാസ സേവനം ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ ഭാരങ്ങൾ തീർത്തയൻ കാരുണ്യവാരിതേ ഭാരങ്ങൾ തീർത്തയൻ കാരുണ്യവാരിതേ വന്ദനമേ സുരക്ഷകൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഗാനം നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മനുഷ്യൻ ഒറ്റയ്ക്കാകുക, ഏകനായി തീരുക, അവൻ ആരുമില്ലാതെ വരിക എന്നുള്ളതാണ്. പാപമാണ് മനുഷ്യനെ ഏകാന്തതയിലേക്ക് തള്ളി നീക്കുന്നത്. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യന്റെ ജീവിതം ഏകാന്തതയുടെ കുറ്റാക്കുറ്റിരുട്ടിലാണ് അവനായിരിക്കുന്നത്. അവിടെ നിന്നുള്ള വിമോചനം മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ മനസ്സും അവൻ്റെ ജീവിതവും വെളിച്ചത്തിനായി വെമ്പൽ കൊള്ളുകയാണ്, ദാഹിക്കുകയാണ്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ജീവന്റെ പ്രകാശമായ ദൈവത്തിങ്കിലേക്ക് അവൻ ഓടി അണയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ പിശാചും പാപവും മനുഷ്യനെ വരിഞ്ഞു മുറുക്കി അന്ധകാരത്തിന്റെ അഗാധതയിലേക്ക് തള്ളി നീക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണ്, അഥവാ ഏകാന്ത ജീവിതത്തിൽ നിന്ന് നമുക്ക് സമാധാനം നൽകാനാണ്. യേശുക്രിസ്തു ക്രൂശിൽ അനുഭവിച്ച യാതനകൾ, വേദനകൾ ഒന്നൊന്നായി നാം ചിന്തിച്ചാൽ പ്രവാചകൻ അവനെക്കുറിച്ച് പറയുന്നത് അവന് ആരുമില്ലാതെ വരും എന്നുള്ളതാണ്. മനുഷ്യന്റെ ജീവിതത്തോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് മനുഷ്യന്റെ ഏകാന്തത അകറ്റുവാൻ അവൻ ക്രൂശിൽ ഏകനായി നിന്നു. ഇന്ന് രാത്രിയിൽ എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, നിങ്ങൾ ഏകാന്തതയുടെ അനുഭവത്തിൽ, കൂരിരുളുടെ അനുഭവത്തിൽ, നിരാശയുടെ അനുഭവത്തിൽ മുൻപോട്ട് പോകുകയാണോ?
ഇന്ന് രാത്രിയിൽ ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന ദൈവം ദൈവ കുടുംബത്തിലേക്കും ദൈവിക കൂട്ടായ്മയിലേക്കും നിങ്ങളെ ക്ഷണിക്കുകയാണ്. അനുഗ്രഹീതമായ ഒരു ഗാനമാണ് തുടർന്ന് നാം ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. കർത്താവിൻ്റെ ദാസൻ ടി.കെ. കുഞ്ഞുമോൻ അവറുകൾ ആ ഗാനം ആലപിക്കുന്നതാണ്. ആരുമില്ല നീ ഒഴികെ എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഗാനം ടി.കെ. ശമുവേൽ സാറിനാൽ വിരചിതമായ ആ ഗാനം പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എരിയുന്ന മാനസം നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസം നിൻ തിരുമാറിൽ ചാരുമ്പോഴല്ല ആശ്വസിക്കുമോ ആശ്വസിക്കുമോ ആരുമില്ല നീ ഒഴികെ ചാരുവാൻ ഒരാൾ പാരിലൻ പ്രിയ. അനുകൂലമല്ലല്ലോ നാഥ എളിയവർ തൻ മക്കൾക്ക് ലോകമേതും അനുകൂലമല്ലല്ലോ നാഥ വലിയവനാം നീ അനുകൂലമാണ് ബലവും മഹിമയും നീതാ മഹിമയും നീതാ ആരുമില്ല നീ ഒഴികെ ചാരുവാൻ
സഹചരെന്നാലും പ്രിയലേശമില്ലാതെയാകും. പ്രിയരെന്നു കരുതുന്ന സഹചരെന്നാലും പ്രിയലേശമില്ലാതെയാകും. പ്രിയനെ നിൻ സ്നേഹം കുറയാതെയും നിയതം തുടരുന്നു മണ്ണിൽ. പ്രിയനെ നിൻ സ്നേഹം കുറയാതെയും നിയതം തുടരുന്നു മണ്ണിൽ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാ പാരിലും പ്രിയാ. കൺകളുയർത്തി ഞാനോതും എവിടെയാണെൻ്റെ സഹായം. ഇരികളിൽ കൺകളുയർത്തി ഞാനോതും എവിടെയാണെൻ്റെ സഹായം. വരുമൻ സഹായമുലകമാകാശം ഇവയുള്ളവാക്കിയ നിന്നാ. വരുമൻ സഹായം ഉലകമാകാശം ഇവയുള്ളവാക്കിയ നിന്നാ. ആരുമില്ല നീയൊഴികെ ചാരുവാൻ ഒരാൾ പാരിലും പ്രിയാ. ആരുമില്ല നീയൊഴികെ ചാരുവാൻ ഒരാൾ പാരിലും പ്രിയാ. നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസം. നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസം. നിൻ തിരുമാറിൽ ചാരുമ്പോഴല്ല ആശ്വസിക്കുമോ ആശ്വസിക്കുമോ. ആരുമില്ല നീയൊഴികെ ചാരുവാൻ ഒരാൾ പാരിലും പ്രിയാ. ആരുമില്ല നീയൊഴികെ ചാരുവാൻ ഒരാൾ പാരിലും പ്രിയാ. ദൈവനാമത്തിന് മഹത്വം. നാം കേട്ടതുപോലെ നീറി നീറി കഴിയുന്ന ജീവിതങ്ങൾക്ക് യേശുക്രിസ്തുവിൽ അഭയമുണ്ട്, ആശ്രയമുണ്ട്, വിടുതലുണ്ട് എന്നുള്ളതാണ് ഈ പാട്ടുകളിലൂടെ നാം ഓർക്കാനായിട്ട് പോകുന്നത്. തുടർന്ന് മറ്റൊരു അനുഗ്രഹീത ഗാനം നാം ശ്രദ്ധിക്കാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ, രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം ജയം എന്നുള്ള ഗാനം സഹോദരൻ ബെന്നറ്റ് നമുക്ക് വേണ്ടി പാടുന്നു. അനുഗ്രഹീതനായ നമ്മുടെ കർത്താവിൻ്റെ രക്തത്താൽ ദൈവജനത്തിന് ലഭ്യമായ നന്മകളെക്കുറിച്ച് അത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവവചനം നമ്മോട് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് പാപമോചനമുണ്ട്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ അഭയം ചൊല്ലി
വീണ്ടെടുപ്പും പാപമോചനവും പ്രാപിച്ച ഒരു വിശ്വാസിയുടെ ജീവിത യാത്രയിൽ ദൈവം അവർക്ക് സർവസ്വമാണ്. അവിടുന്ന് നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. അവിടുന്ന് നമ്മളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ജീവിതത്തിൻ്റെ ഏത് അനർത്ഥങ്ങളിലും ദൈവം നമുക്ക് സങ്കേതവും ബലവുമാണ്. അവൻ നമുക്ക് കോട്ടയാണ്. അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആശ്രയവുമാണ്. രാത്രിയിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തുടർന്ന് അനുഗ്രഹീതമായ ഗാനം ബ്രദർ ബെനറ്റ് നമുക്ക് വേണ്ടി പാടുന്നു. ഹല്ലേലൂയ, രക്തത്താൽ ജയം ജയം, യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ, രക്തത്താൽ ജയം ജയം, യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. സൗഖ്യദായകൻ യഹോവ റാഫയാകയാൽ ഒന്നുമേ ഭയന്നിടാതെ പോയിടും. എന്റെ സൗഖ്യദായകൻ യഹോവ റാഫയാകയാൽ ഒന്നുമേ ഭയന്നിടാതെ പോയിടും. രോഗഭീതിയില്ലിനി രക്തമെന്റെ കോട്ടയാൽ നിർഭയം നിരാമയം വസിക്കും ഞാൻ. രോഗഭീതിയില്ലിനി രക്തമെന്റെ കോട്ടയാൽ നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ, രക്തത്താൽ ജയം ജയം, യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ, രക്തത്താൽ ജയം ജയം, യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം.
ഇതുവരെ നടത്തിയോ ഏബനേസറാകെ യഹോവ ക്ഷമ കൂടെ എന്നുമുള്ളതാ. ഇതുവരെ നടത്തിയോ ഏബനേസറാകെ യഹോവ ക്ഷമ കൂടെ എന്നുമുള്ളതാ. കൊടിയുയർത്തും ശത്രുവിൻ മുൻപിൽ യഹോവ നിസി, നിർഭയം നിരാമയം വസിക്കും ഞാൻ. കൊടിയുയർത്തും ശത്രുവിൻ മുൻപിൽ യഹോവ നിസി, നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ, രക്തത്താൽ ജയം ജയം, യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ, രക്തത്താൽ ജയം ജയം, യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്നാണ് ഏത് കാലത്തും ദൈവജനം ആർത്ത് പറയുന്നത്. ദൈവം നമ്മെ തുടർന്നും സഹായിക്കട്ടെ. മറ്റൊരു ഗാനം നാം ശ്രദ്ധിക്കാനായിട്ട് പോകുകയാണ്. കർത്താവിൻ്റെ ദാസൻ ഇട്ടിക്കൽ കുഞ്ഞുമോൻ അവറുകൾ ആ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കരുണയുള്ള ആള് എന്ന് ദൈവവചനം വിശേഷിപ്പിക്കുന്നത് ഒരു പിതാവിനെ സംബന്ധിച്ചാണ്. അത് സ്വർഗീയ പിതാവിനെയാണ് ആത്യന്തികമായി ഉന്നമിടുന്നതെങ്കിലും മാനുഷിക പിതാക്കന്മാർക്ക് ആ വിധത്തിൽ ഒരു യോഗ്യത ദൈവവചനം പറയുന്നുണ്ട്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. കരുണ നാം പ്രതീക്ഷിക്കുന്നത് ദയാവയ്പുള്ള ഒരു മുഖത്തു നിന്ന്, ഒരു ഹൃദയത്തു നിന്നാണ്. സ്വർഗത്തിലെ ദൈവം നമ്മോട് കരുണയുള്ളവനാണ്. ഇന്ന് രാത്രിയിൽ കരുണാനിധിയെ കാൽവറി അൻപെ എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഒരു പഴയ ഗാനം ഏറ്റവും പുതുമയോടുകൂടെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് കരുണയുള്ളവനാണ്. അവൻ്റെ അടുക്കൽ ചെല്ലുന്നവർക്ക്, അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ കരുണയുള്ളവനാണ്. അവൻ്റെ കരുണയാണ് പാപികളിൽ ഒന്നാമനായ നാമെ ഓരോരുത്തരെയും ദൈവം രക്ഷിച്ച് തൻ്റെ കൃപയുടെ കടാക്ഷം നമ്മുടെ മേൽ ഉദിപ്പിച്ചത്. രാത്രി ആ കൃപയെ ഓർക്കാം, കരുണയെ ഓർക്കാം, നമ്മോട് കാണിച്ച ദയാവായ്പിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീതമായ ഗാനം കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ ആലപിക്കുന്നു.
മാത്രമാണ് നിത്യാധാരം. കരുണാനിധിയെ കാൽവേറിയന്റെ നീ മാത്രമാണ് നിത്യാധാരം. നീ മാത്രമാണ് നിത്യാധാരം. മണ്ണിൽ ഞാൻ ചെയ്യുവാൻ തന്നിൽ വസിപ്പാൻ ഉന്നതം ചേരാൻ താതാനിഷ്ടം. മണ്ണിൽ ഞാൻ ചെയ്യുവാൻ തന്നിൽ വസിപ്പാൻ ഉന്നതം ചേരാൻ ത്യാഗം ചെയ്യും നീ പാഴ്മണ്ണിനാശ ഓടുന്നു നാടിനെ ഓടുന്നു നാടിനെ കരുണാനിധിയെ കാൽവേറിയന്റെ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. സിയോനെ ചെന്നു കാണും അന്നൻ കണ്ണീരും മാറും കനാലിൽ. എന്നൻ സിയോനെ ചെന്നു കാണും അന്നൻ കണ്ണീരും മാറും കനാലിൽ. ഭക്തർ ശ്രവിക്കും കർത്തൃകാഹളം വ്യക്തമായി കാണുമെൻ രക്ഷകനെ. വ്യക്തമായി കാണുമെൻ രക്ഷകനെ. കരുണാനിധിയെ കാൽവേറിയന്റെ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. ദൈവനാമത്തിന് മഹത്വം. നമുക്ക് ഏറ്റവും ആശ്വാസപ്രദമായ ഗാനങ്ങളാണ് ഇന്ന് രാത്രിയിൽ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ധൈര്യം പകരുന്ന മറ്റൊരു ഗാനം തുടർന്ന് നാം ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാൻ എന്തിനാണ് ഈ ക്ഷോണിയിൽ ക്ലേശിക്കുന്നത് എന്ന് പാടിയ കർത്താവിൻ്റെ ദാസൻ സാധു കൊച്ചുകുഞ്ഞുദേശി. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി നേരിട്ടപ്പോൾ തന്നെ സഹായിക്കും എന്നും
സഹായിച്ചുകൊണ്ടിരുന്നതുമായ ആളുകൾ കൈവലിച്ചപ്പോൾ, സഹായഹസ്തങ്ങൾ നീട്ടാതിരുന്നപ്പോൾ, കർത്താവിൻ്റെ ദാസന്റെ മനസ്സ് ഇടിയുകയും തളരുകയും ചെയ്ത രംഗത്ത് താൻ സ്വർഗീയ പിതാവിൻ്റെ കരുതലുകളെ ഓർത്ത് അത്യന്തം സന്തോഷിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ട് പാടിയ ഗാനമാണ് തുടർന്ന് നാം ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ ദൈവം മഹത്വത്തിൽ ജീവിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പൗലോസ് പറയുന്നു, ഫിലിപ്പർ 4:18, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവേശുവിൽ തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായും തീർത്തു തരും. ആകുല ചിന്തകളാൽ ജീവിത പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന ദൈവജനമേ, നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ ജീവിക്കുന്നു. അവൻ അത്യുന്നതനാണ്, അവൻ വലിയവനാണ്, അവൻ സർവസമ്പന്നനാണ്. നമ്മുടെ ദൈവം മഹത്വത്തിലുണ്ട്. അവൻ്റെ മുഖത്തേക്ക് നോക്കി കൃപകൾ പ്രാപിച്ചുകൊണ്ട് വരും ദിനങ്ങളിൽ മുൻപോട്ട് പോകാം. അതിന് തുടർന്ന് നാം കേൾക്കുന്ന ഗാനം ഉപകാരപ്രദമായി തീരട്ടെ. സഹോദരൻ ബെനറ്റ് അത് നമുക്ക് വേണ്ടി പാടുന്നു.
ചൊല്ലുന്നു. നമ്മുടെ ദൈവം സ്വർഗത്തിൽ ജീവിക്കിയാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ സഹായകനാണ്. ഭക്തനായ പാട്ടുകാരൻ കർത്തൃദാസൻ ജോർജ് പീറ്റർ അവറുകൾ വിരചിച്ച യേശുവൻ തുണയല്ലോ എന്ന് തുടങ്ങുന്ന ഗാനമാണ് തുടർന്ന് നാം ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. കർത്തൃദാസൻ ഈട്ടിക്കൽ കുഞ്ഞുമാൻ അവറുകൾ ആ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. ജീവിതത്തിൽ യേശു കർത്താവിനെ തുണയായി കണ്ടെത്തുക, ജീവിതത്തിൻ്റെ നായകത്വം അവിടുത്തെ പക്കൽ ഏൽപ്പിച്ച് നൽകുക. ആമോസ് എന്ന പ്രവാചകൻ വിളിച്ചു പറയുന്നു, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കാമോ? ധന്യനായ ദൈവത്തോടു കൂടെ നടക്കുക ജീവിതത്തിൽ ഏത് മനുഷ്യനും ഭാഗ്യകരമായ അനുഭവമാണ്. എന്നാൽ ദൈവത്തോട് അടുക്കുന്നതിൽ പാപം മനുഷ്യനെ വീഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പാപത്തിന്റെ പരിഹാരം തേടുന്ന, യേശു കർത്താവിൽ ശരണപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും യേശുവിനെ തൻ്റെ ജീവിതത്തിൽ സഖിയായി, തുണയായി, ജീവിതത്തിന്റെ നായകനായി, കർത്താവായി കണ്ടെത്തി മുൻപോട്ട് പോകാനായിട്ട് കഴിയും. ജീവിതത്തിന്റെ കഠിനമായ വിഷമസന്ധികളിലും ജീവിതത്തിന്റെ ഏകാന്തതയിലും കുറ്റാക്കുറ്റിരുട്ടിലുമൊക്കെ ആ ദൈവം അവർക്ക് വെളിച്ചമാകും, അവൻ സഹായകനാകും. ഇസ്രായേലിന്റെ മരുഭൂപ്രയാണത്തിൽ മരുഭൂമിയിൽ അവർക്ക് സുദീർഘമായ 40 സംവത്സരം അവൻ അവരുടെ സഹായകനായിരുന്നു. യോർദാന്റെ കരയിൽ വന്നെത്തിയ ദൈവജനത്തിന് മറുകര കടപ്പാൻ യോർദാൻ വറ്റിച്ച് പാത ഒരുക്കിയവനാണ് നമ്മുടെ ദൈവം. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ഈ ധന്യനായ കർത്താവിനെ കണ്ടെത്തിയ ദൈവജനത്തിന് ആർത്തുപാടി സന്തോഷിക്കാം. യേശു എൻ തുണയാണ്. എൻ ജീവിതയാത്രയിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും അവിടുന്ന് ആ നിലയിൽ തുണയാണ് എന്ന് പറഞ്ഞ് നമുക്ക് ധൈര്യമായി മുൻപോട്ട് പോകാം. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ ആ അനുഗ്രഹീതമായ ഗാനം നമുക്ക് വേണ്ടി പാടുന്നു. യേശു എൻ തുണയല്ലോ, എൻ ജീവിത യാത്രയിൽ സഖിയല്ലോ. വന്നിതൻ വല്ലവൻ യേശു നല്ലവൻ, ആരിലും ഉന്നതാധിപൻ. വന്നിതൻ വല്ലവൻ യേശു നല്ലവൻ, ആരിലും ഉന്നതാധിപൻ. യേശു എൻ തുണയല്ലോ, എൻ ജീവിത യാത്രയിൽ സഖിയല്ലോ. പിളർന്നു വഴിയൊരുക്കും, തൻകരത്താൽ എന്നെ നടത്തും. ചെങ്കടലിൽ പിളർന്നു
വഴിയൊരുക്കും, തൻ കരത്താൽ എന്നെ നടത്തും. സങ്കടങ്ങൾ ചഞ്ചലങ്ങൾ സകലവും അകറ്റിടും താൻ. സങ്കടങ്ങൾ ചഞ്ചലങ്ങൾ സകലവും അകറ്റിടും താൻ. യേശു എൻ തുണയല്ലോ, എൻ ജീവിത യാത്രയിൽ സഖിയല്ലോ. യേശു എൻ തുണയല്ലോ, എൻ ജീവിത യാത്രയിൽ സഖിയല്ലോ. കഠിന വിഷമം വരുമളവിൽ കാത്തുകൊള്ളും കർത്തൻ ഭദ്രമാ. കഠിന വിഷമം വരുമളവിൽ കാത്തുകൊള്ളും ഭദ്രമാ. കാലമെല്ലാം അഭയമവൻ കലങ്ങിടുകയിലും ഞാൻ. കാലമെല്ലാം അഭയമവൻ കലങ്ങുകില്ലൊരിക്കലും ഞാൻ. യേശു എൻ തുണയല്ലോ, എൻ ജീവിത യാത്രയിൽ സഖിയല്ലോ. യേശു എൻ തുണയല്ലോ, എൻ ജീവിത യാത്രയിൽ സഖിയല്ലോ. യോർദാൻ കടന്ന് സ്വർഗ സിയോൻ നാട്ടിലെത്തുമ്പോ, മരണ നീഴലാം യോർദാൻ കടന്ന് സ്വർഗ സിയോൻ നാട്ടിലെത്തുമ്പോ, തൻ കൃപയിൽ കരുതലുകൾ അറിഞ്ഞു ഞാൻ അതിശയിക്കും. തൻ കൃപയിൽ കരുതലുകൾ അറിഞ്ഞു ഞാൻ അതിശയിക്കും. യേശു എൻ തുണയല്ലോ, എൻ ജീവിത യാത്രയിൽ സഖിയല്ലോ. യേശു എൻ തുണയല്ലോ, എൻ ജീവിത യാത്രയിൽ സഖിയല്ലോ. വന്നീതൻ വല്ലവൻ യേശു നല്ലവൻ, ആരിലും ഉന്നതാധിപൻ. വന്നീതൻ വല്ലവൻ യേശു നല്ലവൻ, ആരിലും ഉന്നതാധിപൻ. യേശു എൻ തുണയല്ലോ, എൻ ജീവിത യാത്രയിൽ സഖിയല്ലോ. യേശു എൻ തുണയല്ലോ, എൻ ജീവിത യാത്രയിൽ സഖിയല്ലോ. കോടാനുകോടി വിശുദ്ധന്മാർ യേശുവൻ ജീവിതത്തിൻ്റെ സഖിയാണ് എന്ന് പറഞ്ഞ് പാടി
ഈ മരുഭൂപ്രയാണം തീർത്ത് മറുകര എത്തിയിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരും അതേ സത്യം ഏറ്റുപാടി അവർ ക്രിസ്തീയ ജീവിതയാത്ര മുൻപോട്ട് നയിക്കുകയാണ്. തുടർന്ന് നാം മറ്റൊരു അനുഗ്രഹീത ക്രിസ്തീയ ഗാനം നാം ശ്രദ്ധിക്കാനായിട്ട് പോകുകയാണ്. എൻ യേശു അല്ലാതില്ല എനിക്കൊരാശ്രയം ഭൂവിൽ, നിന്മാർവിലല്ലാതെ എനിക്ക് വിശ്രമം വേറെ ഇല്ല. ഈ പാരിലും പരത്തിലും നിസ്തുല്യനായ കർത്താവ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ ഗാനം നാം ശ്രദ്ധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ഈ കർത്താവിനെ കണ്ടുമുട്ടിയ എല്ലാവരും പറയുന്നത് യേശുവല്ലാതെ മറ്റൊരു രക്ഷിതാവ് എനിക്കില്ല. പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, യഹോവ ദൈവമായിരിക്കുകയും യഹോവ തന്നെ അവരുടെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം, ദൈവത്തിൻ്റെ ജനം ഭാഗ്യമുള്ളവരാണ്. വൻഭാരങ്ങളിലും പ്രയാസങ്ങളിലും നമ്മുടെ ക്ഷീണങ്ങളിലും രോഗങ്ങളിലുമൊക്കെ ഈ കർത്താവ് നമുക്ക് മതിയായ ആശ്രയം തരുന്നവനാണ്. ഒടുവിൽ നിത്യതയിൽ നാം ചെന്നു ചേരുവോളം നമ്മുടെ ആശ്രയവും കോട്ടയും എല്ലാം അവിടുന്നാണ്. ഇന്ന് രാത്രിയിൽ നാം കേട്ട ഗാനങ്ങളെല്ലാം ആ വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെ ഹൃദയങ്ങളോട് മന്ത്രിച്ചു കൊണ്ടിരുന്നത്. അടുത്ത ഗാനത്തിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. സഹോദരൻ ബെനറ്റ് നമുക്കായിട്ട് പാടും.
എന്നീശു മാത്രം മതി ഏതു നേരത്തും എൻ രക്ഷകനായ ദൈവമേ നീയല്ലാതില്ലാരും എന്നീശു മാത്രം മതി ഏതു നേരത്തും. എന്നാശ്രയം എന്നാശ്രയം എന്നീശു രക്ഷക എന്നാശ്രയം എന്നാശ്രയം എന്നീശു രക്ഷക നീ ജീവിക്കുന്നതാലേ ഞാൻ ജീവിക്കും നിൻ സ്നേഹമായോടി ഞാൻ കാണുന്നു ജയം എൻ രക്ഷകനായ ദൈവമേ നീയല്ലാതില്ലാരും എന്നീശു മാത്രം മതി ഏതു നേരത്തും എൻ രക്ഷകനായ ദൈവമേ നീയല്ലാതില്ലാരും എന്നീശു മാത്രം മതി ഏതു നേരത്തും എൻ രക്ഷകനായ ദൈവമേ നീയല്ലാതില്ലാരും എന്നീശു മതി ഏതു നേരത്തും. എൻ രക്ഷകനായ ദൈവമേ നീയല്ലാതില്ലാരും എന്നീശു മാത്രം മതി എനിക്കേതു നേരത്തും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത സന്ധ്യയിൽ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ അനുഗ്രഹീതരായ കർത്താവിൻ്റെ ദാസന്മാരിലൂടെ സന്തോഷം നൽകുന്ന ഗാനങ്ങൾ ശ്രദ്ധിപ്പാൻ അവർ ആത്മനിറവിൽ പാടിയത് നമുക്കും ദൈവാത്മാവിൻ്റെ നിറവിൽ ശ്രദ്ധിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾ ഈ പ്രോഗ്രാം നടക്കാനായിട്ട് പോയില്ല. വിവിധ ബന്ധപ്പാടുകൾ ഉണ്ടായിരുന്നു.
എങ്കിലും ഇന്ന് രാത്രിയിൽ വീണ്ടും ദൈവജനത്തെ ഈ ശുശ്രൂഷയിലൂടെ അഭിമുഖീകരിപ്പാൻ ദൈവം നൽകിയ വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കും ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കർത്താവ് നൽകിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള ഒരാലോചന ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് പങ്കുവയ്ക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം ഉദ്ധരിക്കുന്നു. 18-ാം സങ്കീർത്തനം, അതിൻ്റെ 28-ാം വാക്യം. അതിങ്ങനെയാണ്: നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവേ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. സങ്കീർത്തനങ്ങളിൽ അല്പം ദൈർഘ്യമുള്ള ഒരു സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം. ദാവീദാണ് ഇതിൻ്റെ രചയിതാവ് എന്ന തലക്കെട്ടിൽ നാം വായിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ എഴുതുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ 8 പേർ ചേർന്നാണ് ഈ സങ്കീർത്തനങ്ങൾ 150 എഴുതിയിട്ടുള്ളത്. നീതിമാന്മാർക്ക് വരുന്ന നന്മയും ദുഷ്ടന്മാർക്ക് വരാവുന്ന ദൈവിക ശിക്ഷയെ സംബന്ധിച്ചും ഈ സങ്കീർത്തന പുസ്തകം നമ്മോട് പറയുന്നുണ്ട്. ഈ കാര്യം ലോകത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നീതിമാൻ പന പോലെ തഴയ്ക്കും എന്ന് ദൈവവചനം പറയുന്നുണ്ട്. പലരും പറയുന്നത് ദുഷ്ടൻ പന പോലെ തഴയ്ക്കും എന്നാണ്. ഒരുപക്ഷെ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കണ്ടാൽ അങ്ങനെ തോന്നാനും സാധ്യതയുണ്ട്. ഈ കൃപയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ചുറ്റുപാടും ശ്രദ്ധിച്ചാൽ അറിയാം, ആളുകൾ പറയും ഇത് കലികാലമാണ് എന്ന്. ആവർത്തിച്ച് പറയട്ടെ, മനുഷ്യൻ്റെ സ്വഭാവവും പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടാൽ അത് ശരിയാണ് എന്ന് തോന്നിപ്പോകും. കലിയുഗത്തിൽ ജീവിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ ദൈവവചനം പറയുകയാണ്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ആരായിട്ട് തീരണം? തങ്ങൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ് ഒരുവൻ നീതിമാനായി ജീവിക്കാനായിട്ട് ഇടയാകുന്നത്. സൽസ്വഭാവത്തിൻ്റെ കേദാര കൂമ്പാരങ്ങളായി മാറുന്നത്, കേദാര കൂടാരങ്ങളായി മാറുന്നത് ആ ദൈവത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ്. ദൈവവചനം വെളിപ്പെടുത്തുന്ന ദൈവം സ്നേഹവാനാണ്, ദൈവം ആർദ്രതയുള്ളവനാണ്, കരുണയുള്ളവനാണ്. ദൈവം മനുഷ്യനെ എല്ലായ്പ്പോഴും തങ്കലേക്ക് വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. ദൈവവചനത്തിൽ നാം ആവർത്തിച്ച് ആ വിധ പ്രയോഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. ഏതാണ്ട് 8-9 ഗുണവിശേഷങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഭക്തൻ പറയുകയാണ്, ഇക്കാര്യങ്ങളെല്ലാമാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ. ദൈവം എൻ്റെ ആശ്രയമാണ്, ദൈവം എൻ്റെ കോട്ടയാണ്, ദൈവം എൻ്റെ ഗോപുരമാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയാണ് ഈ കാര്യങ്ങൾ നമുക്ക് അനുഭവവേദ്യമായിട്ട് തീരുന്നത്. ദൈവം എന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിൽ പ്രാഥമികമായും പ്രധാനമായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത്. ക്രൈസ്തവ മിഷണറിമാരും സുവിശേഷ ദൗത്യം പേര് ജീവിക്കുന്നവരും എല്ലാവരും പറയുന്ന ആ നഗ്ന സത്യം ലോകം കേൾക്കാനായിട്ടിടയാകണം. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞു. അനേകർ അത് അവിശ്വസിച്ചു, അംഗീകരിച്ചു. ദൈവസ്നേഹത്തിൽ അവർ തങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. അവർക്കും ലോകത്തിൽ സ്നേഹമായി പെരുമാറുവാൻ, ജീവിപ്പാൻ ഇടയായിട്ട് തീർന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവൻ അയൽവാസിയെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടുകൂടെ ഈ ഭൂപരപ്പിൽ ജീവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നാം വായിക്കുന്ന ദൈവം എൻ്റെ കോട്ടയാണ്. ഈ വിധത്തിൽ പറയാനായിട്ട് നമുക്ക് ദൈവത്തെക്കുറിച്ച് സാധിക്കണം. ആ ദൈവം നമ്മുടെ അവകാശമായിട്ട് തീരുമ്പോൾ മാത്രമേ അത് പറയാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവം മനുഷ്യ ജീവിതത്തിൽ സാധിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം വായിച്ച വാക്യത്തിലുണ്ട്: നീ എൻ്റെ ദീപത്തെ കത്തിക്കും. മനുഷ്യനെ നിർമ്മിച്ച ദൈവം അവനിൽ ജീവശ്വാസമൂതി ജീവനുള്ള ദേഹിയായി അവൻ തീർന്നു. ദൈവം അവനെ ഏദൻ പൂങ്കാവനത്തിലാക്കി വെച്ചു. പാപനിമിത്തം ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് അവൻ്റെ ദീപം
തെളിയാതെ വണ്ണം അത് അണഞ്ഞു പോകുവാനായിട്ട് കാരണമായിട്ട് തീർന്നു. പാപം അവൻ്റെ ജീവിതത്തെ കുറ്റാക്കുറ്റിരുട്ടിലേക്ക് വലിച്ചിഴച്ചു. പ്രകാശമില്ലാതെയും വെളിച്ചമില്ലാതെയും മനുഷ്യൻ ഇരുളിൽ തപ്പിത്തടഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. ഇന്ന് മനുഷ്യനും മതങ്ങളും ആഗ്രഹിച്ച് ചിന്തിച്ച് കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്ന കാര്യം വെളിച്ചമാണ്, ദൈവത്തിങ്കലെ വെളിച്ചം. എന്നാൽ ഇവിടെ ഇതാ മനുഷ്യവർഗത്തിന്റെ ഉത്ഥാനത്തിനായി, രക്ഷയ്ക്കായി, പാപവിമോചനത്തിനായി പിറവിയെടുത്ത നമ്മുടെ കർത്താവ് അവൻ ലോകത്തിൽ വെളിച്ചമായി വന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് നാം വായിക്കുന്നുണ്ട് 8-ാം അധ്യായത്തിൽ. ഞാൻ ലോകത്തിൽ വന്നത് വെളിച്ചമായിട്ടാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരേണ്ടതിന് തന്നെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ വെളിച്ചം അന്വേഷിച്ച് സൽപ്രവൃത്തികൾക്കായി, നീതിപ്രവൃത്തികൾക്കായി, പുണ്യകർമ്മങ്ങൾക്കായി മനുഷ്യൻ അതേ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ അവൻ അന്ധതയിലാണ് അതെല്ലാം ചെയ്ത് മുൻപോട്ട് പോകുന്നത്. അതൊക്കെ ചെയ്യുമ്പോൾ ഒരല്പം സംതൃപ്തി അവന് ലഭിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ വെളിച്ചമായ ദൈവത്തെ കണ്ടെത്തി, സമാധാനത്തിൻ്റെ ദൈവത്തെ കണ്ടെത്തി അവൻ്റെ ജീവിതം കെട്ടുപണി ചെയ്യുവാൻ അവന് കഴിയാതെ വരുന്നത് കൊണ്ട് അവൻ ഇന്നും ഇരുളിലാണ്, പാപത്തിലാണ്. എന്നാൽ ദൈവം ഓരോ ഹൃദയങ്ങളെയും സന്ദർശിച്ച് അവരുടെ ദീപത്തെ കത്തിക്കുവാൻ വെളിച്ചമായ ദൈവം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജീവന്റെ വെളിച്ചമുള്ളവരായി അവരെ തീർക്കേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി പെരുവെള്ളത്തിൽ നിന്ന് തന്നെ വലിച്ചെടുത്തു. പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗമായി തീർന്നിരിക്കുന്ന പെരുവെള്ളത്തിൽ നിന്ന്, ലോക ജനതയാകുന്ന പെരുവെള്ളത്തിൽ നിന്ന്, പാപത്തിന്റെ അഗാധതയിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുപ്പാൻ ഒരു കരം നീട്ടപ്പെട്ടിരിക്കുന്നു. അത് സ്വർഗീയ കരമാണ്, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമാണ്. മനുഷ്യനായി ലോകത്തിൽ വന്ന കർത്താവായ യേശുക്രിസ്തു അവന്റെ കാലുകരങ്ങളിൽ ആണികൾ അടിച്ച് ആ മരക്കുരിശിൽ ചേർത്ത് ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ കാഴ്ച പ്രിയ സ്നേഹിത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയണം. പാപത്തിന് പരിഹാരമാണ് അവന് അവിടെ സാധിച്ചെടുക്കുന്നത്. നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ, നിങ്ങളുടെ കെട്ടുകളെ അഴിക്കുവാൻ, പാപത്തിന്റെ അമുക്കയറുകളെ പൊട്ടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കുവാൻ അവൻ കരങ്ങൾ നീട്ടി താങ്കളെ വിളിക്കുകയാണ്, ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട് ഉയരത്തിൽ നിന്ന് കരങ്ങൾ നീട്ടപ്പെട്ട ആ കരങ്ങളാൽ ബന്ധിക്കപ്പെട്ടവരായി സ്വാതന്ത്ര്യത്തിൽ മുൻപോട്ട് ജീവിപ്പാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കും. ഈ കർത്താവിനെ കുറിച്ച് കേട്ടതുകൊണ്ട്, മനസ്സിലാക്കിയതുകൊണ്ട് ഒരു നാൾ എനിക്കും രക്ഷിക്കപ്പെടാനായിട്ട് ഇടയായിട്ട് തീർന്നു. 1979 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഈ രക്ഷിതാവിനെ എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. എൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു, എൻ്റെ കെട്ടുകൾ അഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഉയരത്തിൽ നിന്ന് എന്നെ പിടിച്ചതിനാൽ ആ കരങ്ങൾ ഇന്നും എന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ആ കരങ്ങൾ സുശക്തമാണ്, ആ കരങ്ങൾ ഒരിക്കലും നമ്മെ വിട്ടുപോകുന്നില്ല. താഴെ നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, 28-ാം വാക്യത്തിൽ, നീ എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിലുള്ള അന്ധകാരത്തിൻ്റെ കണികയും നീങ്ങിപ്പോകുമാറ് ഈ ദൈവത്തിൻ്റെ കരസ്പർശനം മനുഷ്യ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മുടെ കണ്ണുകൾ തുറന്നാൽ, നമ്മുടെ മനസ്സ് തുറന്നാൽ ജീവിതത്തിൽ എന്തോ ഒരു വലിയ ആഹ്ലാദമാണ്. കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ അനേക വിധത്തിലുള്ള രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വിളിച്ചു പറയുന്നത് ലോകത്തിൽ ആ ഒരു കർത്താവിന് മാത്രമേ, യേശു കർത്താവിന് മാത്രമേ ആ വിധത്തിലുള്ള അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. കുരുടരായ ആളുകളെ കർത്താവ് സൗഖ്യമാക്കി. എന്താണ് പറയുന്നത്? അന്ധതയിൽ നിന്ന് ദൈവത്തിന് നമ്മെ വിടുവിപ്പാനായിട്ട് കഴിയും. മുടന്തരെ ദൈവം സൗഖ്യമാക്കി. നമ്മെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുമാറാക്കുവാൻ അവന് കഴിയും എന്നുള്ളതാണ്. ഊമരെ അവൻ സംസാരിക്കുമാറാക്കി. എന്താണ് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? ലോകത്തിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടി നാം സംസാരിക്കുമ്പോൾ ദൈവിക വിഷയത്തിൽ, ആത്മീയ വിഷയത്തിൽ ദൈവത്തെ പാടുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ അധരങ്ങളാൽ സാധിക്കും. 40-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, നാശകരമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലുമായിരുന്ന ഒരു മനുഷ്യനെ ദൈവം അവിടെ നിന്ന് പാടെ ഉദ്ധരിച്ച് ഉറപ്പേറിയ യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിൽ അവനെ നിർത്തുകയാണ്.
അവൻ്റെ വായിൽ ദൈവം നൽകിയത് ഒരു പുതിയ പാട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഗാനസന്ധിയിലൂടെ, ഈ മ്യൂസിക് പ്രോഗ്രാമിലൂടെ ദൈവത്തിൻ്റെ ദാസന്മാർ കഴിഞ്ഞ നാളുകളിൽ നൂറുകണക്കായ പാട്ടുകൾ ഇവിടെ നിന്ന് പാടുകയും ദൈവജനം അത് കേട്ട് ആർത്ത് സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മനസ്സിന് ഏറെ ദുഃഖപൂർണമായ ഒരു കാലഘട്ടമായിരുന്നു കോവിഡ് കാലഘട്ടം. ആ നാളുകൾ തുടങ്ങിയ ഈ ശുശ്രൂഷ 147ാമത് എപ്പിസോഡും പൂർത്തീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ അകമഴിഞ്ഞ് സ്നേഹിപ്പാൻ, ഈ ദൈവത്തിൽ സന്തോഷിപ്പാൻ, ഈ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കി അന്ധകാരത്തെ നീക്കിക്കൊണ്ട് ഒരത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരികയാണ്. അത്ഭുത പ്രകാശം എന്നുള്ള പ്രയോഗം പത്രോസാണ് നടത്തുന്നത്. തൻ്റെ ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. സമാഗമന കൂടാരത്തിൽ വിശേഷിച്ച് തിരശീല കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്ന അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിച്ച് നിർത്തിയിരുന്നത് കട്ടിയുള്ള ഒരു തിരശീലയാണ്, അഥവാ മറശീലയാണ്. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിലെ മരണത്താൽ ആ തിരശീല മോൾ തൊട്ട് അടിയോളം ചിന്തിപ്പോയി. ഇവിടെ ഇതാ ദൈവതേജസ് ഇറങ്ങി വസിക്കുന്ന അതിവിശുദ്ധ സ്ഥലവും നിലവിളക്ക് കത്തിജ്വലിച്ച് നിൽക്കുന്ന പരിശുദ്ധ സ്ഥലവും തമ്മിൽ ഇപ്പോൾ ഒന്നായി തീർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അത്ഭുത വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കണം. ആ തേജോമയനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നാൽ എത്ര മഹാപാപിയുടെയും ഹൃദയം പ്രകാശപൂരിതമായിട്ട് തീരും. അവർക്ക് പാടാൻ കഴിയും, എൻ്റെ അന്ധകാരത്തെ ദൈവം പ്രകാശമാക്കി തീർത്തു. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവജനം ആർത്ത് സന്തോഷിച്ച് പാടുന്നത് അവരുടെ ഹൃദയത്തിലെ വലിയ സന്തോഷം കൊണ്ടാണ്. ഒരുപക്ഷെ ദാരിദ്ര്യമുണ്ടാകാം, സാമ്പത്തിക ക്ലേശങ്ങളുണ്ടാകാം, രോഗദുഃഖങ്ങൾ, മരണങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ അവിടെയെല്ലാം അവർ പാടുകയാണ്, പറയുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ ദാസൻ പൗലോസും ശീലാസും ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നത് നാം കാണുന്നുണ്ട്. അർദ്ധരാത്രിയായപ്പോൾ അവർ പാടി ദൈവത്തെ സ്തുതിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അവർ പകൽ അടിയേറ്റിട്ടുണ്ട്, അവരുടെ കാലുകൾ ആമത്തിൽ ഇട്ടിരിക്കുകയാണ്, അവരുടെ കൈകൾ ചങ്ങലയ്ക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സമൃദ്ധമായ ആഹാരമോ ആവശ്യത്തിന് വെള്ളമോ ഒന്നും ലഭിച്ചു കാണുകയില്ല. പക്ഷേ ആ ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവകൃപയുടെ ആ സന്തോഷം അവർ പങ്കിട്ടുകൊണ്ട് അർദ്ധരാത്രിയിൽ അവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മോട് വായിക്കുന്നത്, അത്ഭുതങ്ങൾ ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ അരങ്ങേറി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ചങ്ങലകൾ കൈകളിൽ നിന്ന്, ആ കുറ്റവാളികളുടെ കൈകളിൽ നിന്ന് താഴെ വീണു, ഇരുമ്പോടാമ്പലുകൾ തകർക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, താമ്ര കഥകളെ ഭേദിക്കുമാറാക്കുന്ന ദൈവം അന്ന് രാത്രി ഫിലിപ്പിയിൽ അത്ഭുതം ചെയ്തു. തുടർന്ന് അവിടെ നടന്ന സുവിശേഷ യജ്ഞങ്ങളുടെ ഫലമാണ് ഫിലിപ്പിയ സഭ എന്ന് പറയുന്നത്. സന്തോഷത്തിൻ്റെ സഭ എന്ന് അവരെ കുറിച്ച് പറയാം. ദൈവദാസന്മാർ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ദൈവം അവർക്ക് നൽകുന്ന, അവരുടെ പ്രയത്നങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് സന്തോഷമുള്ള കുടിവരവുകളാണ്, ദൈവജനത്തിൻ്റെ കൂട്ടായ്മകളാണ്. ഒരുപക്ഷെ ലോകം നമ്മെ തകർക്കുവാൻ, നമ്മെ താറടിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ തരുന്ന സന്തോഷം ഒന്നിനാലും മാറ്റിക്കളയാനായിട്ട് കഴിയില്ല. നീ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കി തീർക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ കേട്ട പാട്ടുകളെല്ലാം നമ്മിൽ ആവേശമുണർത്തുന്ന, സന്തോഷമുണർത്തുന്ന, പ്രത്യാശ ഉണർത്തുന്ന ഗാനങ്ങളായിരുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. എൻ്റെ വാത്സല്യ സഹോദരന്മാരോട് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ആ ദൈവത്തെ വാഴ്ത്താനായിട്ട് കഴിഞ്ഞല്ലോ. ഇങ്ങനെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നാം എത്രയും വേഗത്തിൽ നമ്മുടെ ജീവന്റെ പ്രകാശമായ കർത്താവിനെ കാണാനായിട്ട് പോവുകയാണ്. നമ്മുടെ താഴ്ചയുള്ള ശരീരം അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി തീരാനായിട്ട് പോവുകയാണ്. കാഹളധ്വനിയുടെ അകമ്പടിയോടുകൂടെ ആകാശമേഘപാളികളെ വാഹനമാക്കി തൻ്റെ വിശുദ്ധന്മാരെ ഇവിടെ കയറി വരുവീൻ എന്ന് പറയുന്ന അനുഗ്രഹീതമായ ശബ്ദത്തിങ്കൽ നാം ഇവിടെ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. നമ്മുടെ അന്ധകാരം നീങ്ങിയതിലുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും യഥാർത്ഥത്തിൽ നാം ആ നിമിഷമായിരിക്കാം ഒരുപക്ഷെ മനസ്സിലാക്കുക. നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിൽ ജീവിക്കുന്നു, പാട്ടുകൾ പാടുന്നു, പ്രസംഗിക്കുന്നു, പരസ്യങ്ങൾ നടത്തുന്നു, ശുശ്രൂഷകളിൽ മുൻപോട്ട് പോകുന്നു, ഓടുന്നു, അധ്വാനിക്കുന്നു. ഇതിൻ്റെ എല്ലാ പ്രയത്നഫലം കർത്താവ് മടങ്ങി വരുമ്പോൾ തരാനായിട്ട് പോവുകയാണ്. ഇന്ന് നാം ചിലവിടുന്ന ഓരോ തുട്ടും ചില്ലറയും നോട്ടും ഒക്കെ ദൈവനാമം
മഹത്വത്തിനായിട്ട് അത് ചിലവിടുമ്പോൾ കർത്താവ് അതെല്ലാം അത് തൻ്റെ സന്നിധിയിലുണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കാം. ഇന്ന് രാത്രിയിൽ പ്രത്യാശയോടുകൂടെ ഈ ശുശ്രൂഷകൾ പര്യവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു നിർണയം ചെയ്യാം. എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കിയ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇതുവരെയും ജീവിതത്തിൽ യേശു കർത്താവുമായി ഒരു ബന്ധം സ്ഥാപിക്കുവാൻ കഴിയാത്ത ആരെങ്കിലും ഞങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്ത, ക്രൂശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ജീവിതത്തിൽ കണ്ടെത്തി അവൻ്റെ ആ അനുഗ്രഹീതമായ ജീവൻ്റെ പ്രകാശത്തിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ കൊണ്ടുവരുവാൻ, സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ യേശു കർത്താവിലായി തീർന്ന തൻ്റെ ജനത്തെ ചേർക്കുവാൻ എത്രയും വേഗം മടങ്ങി വരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കാണാം, ഉല്ലസിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. അനേക ഭക്തന്മാർ പാടിയതുപോലെ, നാം മുമ്പേ കേട്ടതുപോലെ, കൃപയുടെ അത്യന്ത ധനം നാം വരും ദിവസങ്ങളിൽ കാണാനായിട്ട് പോവുകയാണ്. ഇന്നുള്ള ശോധന, നൽകുന്ന വേദന എല്ലാം അവസാനിക്കും, എല്ലാ ദുഃഖങ്ങളും തീരും. കർത്താവിൻ്റെ രാജ്യത്തിൽ നമുക്ക് ചെന്നുചേരാം. അവൻ്റെ രാജ്യത്തിൽ നമുക്ക് വീണ്ടും ഒത്തുചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ചിന്തകളും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കട്ടെ. തുടർന്ന് അനുഗ്രഹീതമായ മറ്റൊരു ഗാനം കർത്താവിൻ്റെ ദാസൻ ഐസക് മണ്ണൂർ വിരചിച്ച അനുഗ്രഹീതമായ ഒരു പ്രത്യാശ ഗാനം കർത്താവിൻ്റെ ദാസൻ ഇട്ടിക്കൽ കുഞ്ഞുമോൻ അവറുകൾ പാടുകയാണ്. യേശു മഹോന്നതനെ ദിനവും കൃപ ചൊരിഞ്ഞിടണമേ, കൂരിരുളിൽ നടുവിൽ നീ വഴികാട്ടിടണേ എന്ന് തുടങ്ങുന്ന ഗാനം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ ദാസനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. ദിനവും കൃപ ചൊരിഞ്ഞിടണമേ, കൂരിരുളിൻ നടുവിൽ നീ വഴി കാട്ടിടണേ. യേശു മഹോന്നതനെ ദിനവും കൃപ ചൊരിഞ്ഞിടണമേ, കൂരിരുളിൻ നടുവിൽ കാട്ടിടണേ, കൂരിരുളിൻ നടുവിൽ നീ വഴി കാട്ടിടണേ. പ്രതികൂലമേറുമി മരുവാസമെന്നും അനുകൂലമാക്കുമവൻ, പ്രതികൂലമേറുമി മരുവാസമെന്നും അനുകൂലമാക്കുമവൻ, ബലഹീനനായിടിലും എന്നും ബലം തരും ദാഹനവൻ, ബലഹീനനായിടിലും എന്നും ബലം തരും നാഥനവൻ. യേശു മഹോന്നതനെ ദിനവും കൃപ ചൊരിഞ്ഞിടണമേ, കൂരിരുളിൻ നടുവിൽ നീ വഴി കാട്ടിടണേ, കൂരിരുളിൻ നടുവിൽ നീ വഴി കാട്ടിടണേ.
ചൊരിഞ്ഞിടണമേ ഊരിരുളിൻ നടുവിൽ നീ വഴി കാട്ടിടണേ ഊരിരുളിൻ നടുവിൽ നീ വഴി കാട്ടിടണേ മാറ്റമില്ലാത്തവനാ നിത്യം മനുവേലൻ കൂടെയുണ്ട് മാറ്റമില്ലാത്തവനാ നിത്യം മനുവേലൻ കൂടെയുണ്ട് യേശു മഹോന്നതനേ ദിനവും കൃപ ചൊരിഞ്ഞിടണമേ ഊരിരുളിൻ നടുവിൽ എന്നു നീ വന്നിടുമെന്നാഥനെ എന്നാദിയകറ്റിടുവാൻ നിന്നോടു ചേർന്നിടുവാൻ കന്തയെന്നുള്ളം വാഞ്ചിക്കുന്നു നിന്നോടു ചേർന്നിടുവാൻ കന്തയെന്നുള്ളം വാഞ്ചിക്കുന്നു യേശു മഹോന്നതനേ ദിനവും കൃപ ചൊരിഞ്ഞിടണമേ ഊരിരുളിൻ നടുവിൽ നീ വഴി കാട്ടിടണേ ഊരിരുളിൻ നടുവിൽ നീ വഴി കാട്ടിടണേ ഊരിരുളിൻ നടുവിൽ നീ വഴി കാട്ടിടണേ കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്ദർശനം നമുക്ക് ഏവർക്കും അനുഭവിപ്പാൻ ഇടയായി തീർന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടെ കേട്ട ഗാനങ്ങളും സന്ദേശങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷപ്രദവും ആശ്വാസപ്രദമായി തീർന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. വിശേഷാൽ ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ കെ എസ് ജോസഫ് അവറുകൾ, ഗാനം ആലപിച്ച സഹോദരൻ ബെനറ്റ് ജോൺ അവറുകൾ, പശ്ചാത്തല സംഗീതം ഒരുക്കിയതായ സുജിത് സുനിൽ, ക്യാമറ ഓപ്പറേറ്റ് ചെയ്തതായ ജിജിൽ കൊട്ടാരക്കര, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സന്ദേശം കേൾക്കുകയും ഗാനങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ പ്രാർത്ഥനയ്ക്കായി നാം തലവണക്കുന്നതിന് മുമ്പായി പ്രാർത്ഥനയ്ക്കായ ഒരു പ്രത്യേക വിഷയം നിങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ അറിയിക്കുന്നു. ഈ പ്രാർത്ഥനയിലും
അതിനുശേഷമുള്ള നിങ്ങളുടെ പ്രാർത്ഥനയിലും ഈ വിഷയം പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇവിടെ മുമ്പ് ഗാനങ്ങൾ ആലപിക്കുവാൻ എത്തിയിട്ടുള്ളതും മനോഹരമായ ഗാന ശുശ്രൂഷ രംഗത്തെ ശോഭിച്ചു വരുന്നതും ഒരു ആർട്ടിസ്റ്റുമായ സഹോദരൻ അജി മണ്ണടി താന് ഒരു പ്രത്യേകമായ രോഗത്താൽ ഭാരപ്പെട്ട് കഴിയുന്നു. ക്യാൻസറിൻ്റെ പ്രയാസങ്ങളാണ് എന്നുള്ളത് അനുമാനിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയുള്ള സംശയത്തിലാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടരുന്നത്. യുവാവിനെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ ധാരാളം ആളുകൾ ഭാരത്തിലും വിഷമത്തിലും കഴിയുന്ന ആളുകളുണ്ട്. അവരെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നതാണ്. സഹോദരി പ്രിൻസി മുക്കട അതുപോലെ തന്നെ ഈ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥന ഫലത്താലും ഓപ്പറേഷനാലും സൗഖ്യം പ്രാപിച്ചതാണ്. എന്നാൽ പിന്നെയും ചില പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ സഹോദരിയും പ്രാർത്ഥനയിൽ ഓർക്കേണ്ടതാണ്. അങ്ങനെയുള്ള ധാരാളം ആളുകൾ ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. അവർക്കെല്ലാവർക്കും കർത്താവ് ആശ്വാസം നൽകട്ടെ. ഇന്ന് നാം കേട്ടതുപോലെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും നമ്മെ താങ്ങുന്ന, സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന, സൗഖ്യമാക്കുന്ന യഹോവ കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ പാദത്തിൽ നമുക്കായിരിക്കാം. ചില നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് ദൈവം പാകെ ഒരു നിമിഷം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ നിങ്ങൾ ഒരു മൊബൈൽ സഹായത്താൽ ഈ ശുശ്രൂഷ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കാതിരിക്കാം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ തന്നെയും നിങ്ങൾ വ്യക്തിപരമായി ദൈവം പാകെ ഞങ്ങളോട് ചേർന്ന് തലയുണക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഈ രാത്രിയിൽ കണ്ണുനീരോടെ ഹൃദയഭാരത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതായ ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിന് മുമ്പാകെ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി നമുക്ക് സമർപ്പിക്കാം. സ്വർഗത്തിലെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ അനേകം സമയം വേണ്ട, ഒരു നിമിഷം മതി. അത്ഭുതത്തിൻ്റെ ദൈവമായ, അതിശയത്തിൻ്റെ ദൈവമായ ദൈവം അവൻ പ്രവർത്തിക്കുന്നു. ഈ രാത്രിയിലും പ്രവർത്തിപ്പാൻ മതിയായ ദൈവമായാൽ നമുക്ക് ഈ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ വഹിക്കാം. അതുപോലെ രോഗികളായി ഭാരപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരെയും ദൈവം ഭാഗെ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിയുടെ അമൃതനായ സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് അവിടുത്തെ മുമ്പാകെ അല്പസം ഇരിക്കുവാൻ അവിടുന്ന് ഞങ്ങൾ അനുവദിച്ച കൃപയ്ക്കായ സ്തോത്രം. ഗാനങ്ങളിലൂടെ കർത്താവ് ഞങ്ങൾ പാടിയത് ഞങ്ങളുടെ കർത്താവ് എത്രയോ വലിയവനാണ്, ഉന്നതനാണ്. അവിടുന്ന് മഹാദൈവമാണ്. അത്ഭുതങ്ങളോട് പ്രവർത്തിപ്പാൻ മതിയായവനാണ്. ഞങ്ങളുടെ ഗുരുവിൻ്റെ മധ്യത്തിലും ഞങ്ങളുടെ പ്രയാസ മധ്യത്തിലും കടലിൻ്റെ മധ്യത്തിലും ഞങ്ങളെ താങ്ങിയ, ഞങ്ങളെ ആശ്വസിപ്പിച്ച, ധൈര്യപ്പെടുത്തിയ അവിടുത്തെ വലിയ കരുത്തനായ സ്തോത്രം. ഞങ്ങൾക്ക് ബലം തന്ന കർത്താവ് ഇന്നും പ്രവർത്തിപ്പാൻ മതിയായവനാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഓർത്തുപോലെ ഞങ്ങളുടെ പ്രിയ സഹോദരൻ അജിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ വരിൽ അധ്വാനിച്ചു നിന്നിരുന്ന ആ പ്രിയപ്പെട്ട അനുഭവിക്കുന്നതായ വേദന, പ്രയാസങ്ങൾ, രോഗത്തിൻ്റെ കാടിനെ കർത്താവ് അറിയുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ, തനിക്ക് വിടുതൽ ലഭിപ്പാൻ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ അതിശയമായ കരം ആ പ്രിയ സഹോദരന്റെ മേൽ നീട്ടി അവിടുന്ന് ബലപ്പെടുത്തി സൗഖ്യമാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല, തുടർന്ന ദിവസങ്ങളിൽ ചികിത്സ ആവശ്യമാണെങ്കിൽ അതിനാവശ്യമായ അനുകൂല സാഹചര്യം കർത്താവ് നൽകണമേ. തനിക്ക് ആവശ്യമായ സാമ്പത്തികം നൽകണമേ. മറ്റെതിരമായ സൗകര്യങ്ങൾ നൽകണമേ. സ്വർഗ്ഗ ദൈവത്തിന്റെ വലിയ ആശ്വാസത്തിന്റെ അത്ഭുതത്തിന്റെ കരം ആ പ്രിയപ്പെട്ട സഹോദരന്റെ മേൽ നീട്ടി സഹായിക്കണമെന്ന് ഞങ്ങൾ ഈ രാത്രികാലം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരി പ്രിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ നാളിൽ കർത്താവ് അത്ഭുതമായ സൗഖ്യം നൽകിയതാണ്. എന്നാൽ ഇപ്പോൾ ചില പ്രയാസങ്ങൾ ഭാരപ്പെടുന്നു, ചില ടെസ്റ്റുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, അവിടുത്തെ അത്ഭുതമായ കരം ആ സഹോദരിയുടെ പേരിൽ വെച്ച് സൗഖ്യമാക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങളെ കേൾക്കുന്ന പലരും രോഗത്തിന്റെയും ഭാരത്തിന്റെ വലയുന്നവരാണ്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരം അവരുടെ മേൽ തൊട്ട് അവരേത് ഭാരത്താൽ വരുന്നു, ഏത് രോഗത്താൽ വരുന്നു, ആ രോഗത്തിന് കർത്താവ് സൗഖ്യം നൽകി വിടുവിക്കണമേ, സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കടഭാരങ്ങളാൽ വലയുന്നവരുണ്ട്, ബുദ്ധിമുട്ടുകളാൽ വലയുന്നവരുണ്ട്, വേദനയാൽ തകർന്നവരുണ്ട്, നിരാശയാൽ പോകുന്നവരുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവെ ഭാരമായി വരുന്ന കണ്ണുനീരോടെ ഇരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന, ദുഃഖത്തിന്റെ നിരാശയിൽ കഴിയുന്ന ചിലരുണ്ട്. കർത്താവെ, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രവർത്തിക്കുകയും അവിടുന്ന് വിടുവിക്കുകയും സഹായിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ മുഖാന്തരം ചിലരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിച്ചു നിൽക്കുവാൻ, ദൈവം പ്രവർത്തി നിൽക്കുവാൻ, കർത്താവിനെ കണ്ടുപിടി നിൽക്കുവാൻ തുക്കണം ഇടയാക്കണം പ്രാർത്ഥിക്കുകയാണ്. അതേ പൗലോസിനെയും ശിലാസിനെയും കാരാഗൃഹത്തിൽ വിടുവിച്ചതായ ദൈവമേ, ഈ രാത്രിയിൽ അവിടുത്തെ അത്ഭുതത്തിന് കരം നീട്ടി ഈ പ്രിയപ്പെട്ട കൂടുതൽ കൊടുക്കുകയും സഹായിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചെയ്യുവാൻ അവിടെ ദാസന്മാരെ സഹായിച്ചതിനായ സ്തോത്രം, ബലം കൊടുത്തതിനായ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാര ശക്തി ഇന്നത്തെ ശുശ്രൂഷയിൽ വ്യാപരത്തിനായ സ്തോത്രം. അവിടുന്ന് പാകടികളെ തന്നെ താഴ്ത്തുന്നു. അവിടുന്ന് മഹത്വപ്പെടുത്തിരിക്കുകയാണ് സ്തോത്രം. മഹത്വമല്ല കർത്താവിന്. കർത്താവ് നിഷിതമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സുവാസവും കാവലും നാം ഏവരോടും പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ വിഷയങ്ങളോടും പൂർവ്വം പാടും കർത്താവിന് വരനായി കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ മേലും ഇന്നും നീക്കും കാലാവസ്ഥ കൂടെ അന്നുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.